നമസ്കാരം. ഗസയിൽ ആഭ്യന്തര യുദ്ധം. ഹമാസിനെതിരായി ഗസയിൽ പ്രതിഷേധം അടുത്ത കാലത്തായി ശക്തമാണ്. ഇക്കഴിഞ്ഞ 2 മാസത്തിനിടെ ഗസയിലെ 5 ഇടത്താണ് ഹമാസ് വിരുദ്ധ പ്രകടനമുണ്ടായത്. ഹമാസ് ഭീകരർ ഗസയിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ പരസ്യമായി തന്നെ രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലും എല്ലാം ഇത്തരം ഗ്രൂപ്പുകൾ നിലവിൽ സജീവമാവുകയാണ്. എന്താണ് പെട്ടെന്ന് ഇത്തരമൊരു നീക്കത്തിലേക്ക് അവർ പോകുവാനുള്ള കാരണം? അതോ ഇതിന് പിന്നിൽ ഇനി ജൂതന്റെ ബുദ്ധിയാണോ? അതെ, ജൂതബുദ്ധിയുടെ പുതിയ തന്ത്രം ഇതാണ്. ഒരാഭ്യന്തര യുദ്ധം കൂടിയായാൽ അതുകൂടി താങ്ങുവാനുള്ള ശേഷി ഹമാസിനില്ല. അത് തിരിച്ചറിഞ്ഞ് ഇപ്പോൾ തന്നെ ഹമാസിന്റെ ഏകദേശം 70% ശക്തിയും ഇസ്രയേൽ നശിപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ ഹമാസിനെ മുച്ചൂടും മുടിപ്പിക്കണമെങ്കിൽ ഗസയിലെ ജനങ്ങളുടെ പിന്തുണ കൂടി വേണമെന്ന് ഇസ്രയേലിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഹമാസിനോട് ഗാസയ്ക്കകത്ത് നിന്ന് തന്നെ പോരാടിക്കാനായി ഒരു പുതിയ ആഭ്യന്തര സേനയെ രൂപപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രയേലികൾ. ഇതോടെ ഗസയിൽ ഇനി ആഭ്യന്തര യുദ്ധം കൂടി ഉണ്ടാകുമോ എന്നാണ് സംശയിക്കപ്പെടുന്നത്. എന്താണ് ഇസ്രയേലിന്റെ നീക്കം? നമുക്ക് പരിശോധിക്കാം. പോപ്പുലർ ഫോഴ്സസ്, ഇതാണ് ഈ നീക്കത്തിന് വേണ്ടി ഇസ്രയേൽ നിയോഗിച്ച സംഘത്തിന്റെ പേര്. യാസർ അബു ഷബാബ് എന്നയാളുടെ നേതൃത്വത്തിലുള്ള ഈ സംഘം ഹമാസിന്റെ ശേഷിപ്പുകളെ കൂടി ഇല്ലാതാക്കുമെന്നാണ് കരുതുന്നത്. ഇയാൾ ഹമാസുമായി തെറ്റിപ്പിരിഞ്ഞപ്പോൾ ഇസ്രയേൽ ആ അവസരം മുതലെടുക്കുകയായിരുന്നു. ഈ സംഘം ഹമാസിന്റെ നിയന്ത്രണത്തിൽ നിന്ന് മോചനം നേടാൻ ശ്രമിക്കുകയാണ്. ഇസ്രയേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ ഇവർ പ്രവർത്തിക്കുന്നു, പ്രത്യേകിച്ചും റഫാ മേഖലകളിൽ. പോപ്പുലർ ഫോഴ്സസ് എന്ന 300 പേരടങ്ങുന്ന സൈന്യം ഇപ്പോൾ ഭക്ഷ്യസഹായ മേഖലകൾ പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇസ്രയേൽ ഇവർക്ക് രഹസ്യമായി ആയുധം നൽകുന്നു എന്ന ആരോപണവും ശക്തമായിട്ടുണ്ട്. ഉടനെ തന്നെ ഹമാസിനെതിരെ ഗസയിൽ പല ഗോത്രങ്ങളും തിരിയുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു. അതിന് തുടക്കമാണ് ഇത് എന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ ഹമാസ് ഖൈരം ഷെലോമിസ് സമീപത്ത് വെച്ച് അബു ഷബാബിനെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു. അയാൾ രക്ഷപ്പെട്ടെങ്കിലും സഹോദരൻ കൊല്ലപ്പെട്ടു. ഇതോടെ അബു ഷബാബ് ഹമാസിനെതിരെ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും നിലവിലെ അവസ്ഥകൾ മനസ്സിലാക്കുമ്പോൾ ഗസയിൽ ഇസ്രയേൽ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു ഹമാസ് ഇല്ലാതായാൽ മറ്റൊരു ഭീകര സംഘം ആ വിടവിലേക്ക് പ്രവേശിക്കും എന്നത്. ഹമാസ് വിരുദ്ധ ശക്തികൾ ഒടുവിൽ ഇസ്രയേൽ ജൂത വിരുദ്ധരായി മാറും. തങ്ങൾ ചെലവും കൊടുത്ത് വളർത്തിയവർ തങ്ങൾക്കെതിരെ തിരിഞ്ഞ് ഇസ്രയേൽ പലവട്ടം കണ്ടിട്ടുമുണ്ട്. അതുപോലെ യാസർ അബു ഷബാബ് നായകനാണോ വില്ലനാണോ അതോ അവശേഷിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. സായുധ സംഘത്തിൽ 300 പേർ മാത്രമേ ഉള്ളൂ എങ്കിലും ഏകദേശം 10,000-ഓളം പേരുടെ അനുഭാവ ഗ്രൂപ്പും പോപ്പുലർ ഫോഴ്സസിനൊപ്പമുണ്ട്. ഭാവിയിൽ ഹമാസിന് പകരം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി തന്നെ ഇതിനെ മാറ്റാമെന്നും ഇസ്രയേൽ കരുതുന്നു. പോപ്പുലർ ഫോഴ്സസ് വളരുന്നതോടെ ഹമാസ് ഒറ്റപ്പെടുമെന്നും പല ഭാഗത്തും ആഭ്യന്തര യുദ്ധം ഉണ്ടാകാൻ ഇടയുണ്ടെന്നും ജെറുസലേം പോസ്റ്റ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊന്നും കൂടാതെ ഹമാസ് എന്ന മാലിന്യത്തെ തൂത്തെറിയണം എന്നാണ് പല റാലികളിലും പങ്കെടുക്കുന്നവർ വിളിച്ചിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ. ലോകമൊട്ടാകെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഗസയാണ് ഹമാസ് എന്നും ഹമാസ് ഗസയാണ് എന്നുമാണ്. പലരും ചൂണ്ടിക്കാട്ടുന്നത് ഇങ്ങനെ തന്നെയാണ്. തങ്ങൾ ആരും തന്നെ ഹമാസിനെ തിരഞ്ഞെടുത്തിട്ടില്ല എന്നും ജനങ്ങൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ഹമാസ് പിൻവാങ്ങണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഹമാസ് ഭീകരരെ ഇപ്പോൾ തങ്ങൾക്ക് ഭയമില്ലെന്നും കുട്ടിക്കാലം മുതൽ തന്നെ അവരുടെ ക്രൂരതകൾ കണ്ടാണ് വളർന്നത് എന്ന കാര്യവും അവർ ചൂണ്ടിക്കാട്ടുന്നു. തങ്ങളുടെ ജീവിതം പാഴാക്കിയതിന് ഉത്തരവാദികൾ ഹമാസ് നേതാക്കളാണ് എന്നും അവർ കുറ്റപ്പെടുത്തുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഹമാസിന്റെ വെടിയുണ്ടകളെ തങ്ങൾ ഭയപ്പെടുന്നില്ല എന്നാണ് ജനങ്ങൾ പറയുന്നത്. ചില വീടുകളിൽ ആയുധം സൂക്ഷിക്കാനെത്തിയ ചില ഹമാസ് ഭീകരരെ നാട്ടുകാർ തുരത്തി ഓടിച്ച സംഭവം വരെ ഉണ്ടായി. എന്തായാലും ഇപ്പോൾ ഹമാസിന്റെ ശക്തി ക്ഷയിച്ചു വരികയാണ്. അതിന്റെ വ്യക്തമായ തെളിവ് തന്നെയാണ് ജനങ്ങളുടെ ഇത്തരം പരസ്യ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതോടൊപ്പം ഒരു പുതിയ സായുധ സംഘം കൂടി വരുന്നതോടെ ഹമാസ് പൂർണ്ണമായും ഒറ്റപ്പെടും എന്നാണ് കരുതപ്പെടുന്നത്. അതോടുകൂടി ഇസ്രയേൽ തങ്ങളുടെ ലക്ഷ്യത്തിലെത്തും. ആ ഭീകരരെ വേരോടെ തന്നെ പിഴുതെടുക്കും. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. പുതിയ വാർത്തയും വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി.